നമുക്ക് മുതലപ്പുഴയിലെ വാർത്തയിലേക്കൊന്ന് വളരെ വേഗം വരാം. മുതലപ്പുഴയിൽ പൊഴി മുറിക്കാൻ നടപടിയുമായി സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണ്. ഇന്ന് പൊഴിമുറിക്കൽ നടപടി പ്രതിഷേധമുണ്ടെങ്കിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടല്ലോ ടി വി പ്രസാദ്. അരുൺ, ഗുരുതരമായ പ്രതിസന്ധിയെയാണ് മുതലപ്പൊഴിയിലെ മത്സ്യത്തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്നത്. നമ്മൾ പറയുന്നത് പോലെ മുതലപ്പൊഴി എന്ന് കേട്ടിട്ടും കണ്ടിട്ടും മാത്രം അറിഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടിയാണ്. അതായത് കായലും കടലും യോജിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മുതലപ്പൊഴി എന്ന് പറയുന്നത്. അത് മുറിച്ച് കടന്നു വേണം ഈ വള്ളങ്ങൾക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോകാൻ. അവിടെ നേരത്തെ വലിയ രീതിയിലുള്ള അശാസ്ത്രീയ നിർമ്മാണം കൊണ്ട് വലിയ രീതിയിലുള്ള തിരമാലകൾ ഉണ്ടാവുകയും ഈ ബോട്ടിൻ്റെ അടിഭാഗം ഉൾപ്പെടെ തട്ടി മറിഞ്ഞ് 73-ലധികം മത്സ്യത്തൊഴിലാളികൾ ഇതിനകം തന്നെ മരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നിരന്തരം അവിടെ മണൽത്തിട്ട രൂപപ്പെടുന്നു. ഏറ്റവും അവസാനം ഇപ്പോൾ മണൽത്തിട്ട വെള്ളത്തിൻ്റെ മുകളിലേക്ക് വന്നു. ബോട്ടുകളൊന്നും പോകാൻ പറ്റാത്ത സ്ഥിതിയെ കഴിഞ്ഞ 2 മാസമായി മുതലപ്പൊഴി വഴി ഒരൊറ്റ മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങൾക്കും പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. വലിയ പ്രതിഷേധമുണ്ടായി. ഏറ്റവും ഒടുവിലാണ് അവർ ശക്തമായ സമരത്തിലേക്ക് നീങ്ങിയത്. നിലവിലെ സാഹചര്യമാണ് ഏറ്റവും ഭീകരം. ഈ പൊഴി മൂടിയതോടുകൂടി അതിൻ്റെ തൊട്ട് എതിർവശമുള്ള വീടുകളിലേക്കുൾപ്പെടെ വെള്ളം കയറി തുടങ്ങി. അതായത് ഈ പൊഴി വഴിയാണ് വെള്ളം കടലിലേക്ക് ഒഴുകി പോകേണ്ടത്. അവിടെ മണൽത്തിട്ട രൂപപ്പെട്ടതുകൊണ്ട് അവിടെ വെള്ളം കയറി തുടങ്ങി. സംസ്ഥാനത്തെ സംബന്ധിച്ച് അത് പ്രധാനപ്പെട്ട ഒരു ദുരന്തമായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ നിയമപ്രകാരം തന്നെ അതിൽ ഇടപെടാൻ തീരുമാനിക്കുന്നു. ഇന്ന് ആ പൊഴി മുറിച്ചു മാറ്റാനുള്ള തീരുമാനമുണ്ടാകുന്നു. പക്ഷേ പൊഴി മുറിച്ചു മാറ്റാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് മത്സ്യത്തൊഴിലാളികൾ എടുക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ പൊഴി മുറിച്ചു മാറ്റാതിരുന്നാൽ മാത്രമേ ശാശ്വതമായി അവിടെ ഡ്രഡ്ജിങ് നടത്തി മത്സ്യത്തൊഴിലാളികൾക്ക് യഥേഷ്ടം പോകാനുള്ള സംവിധാനം ഈ സർക്കാർ ഉണ്ടാക്കും എന്ന വിശ്വാസത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ ആ രീതിയിലേക്ക് പറയുന്നത്. ഇന്നിപ്പോൾ അത് പൊഴി മുറിക്കാൻ പോകുമ്പോൾ അതിനെ തടയും എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. സ്വാഭാവികമായി ഒരു സംഘർഷത്തിനുള്ള സാധ്യതയും കാണുന്നു. തിരുവനന്തപുരം ബ്യൂറോ തത്സമയം ആ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. താങ്ക് യു ടി വി പ്രസാദ്.